അടിവും പോലെ ചവപ്പില്ല, കണക്കാൽ കൂടെ കറുപ്പില്ല. നീ തീണ്ടും ഇടം തെറ്റിക്കുമേ ഇനി ബാക്കിയുടമ്പും ചെയ്യാം. ഞാൻ ഇറങ്ങും. ശരി ചായ. ലവ് യു ബേബി. ലവ് യു ടു ചായ. ഇതാരും ചെയ്യോ? എന്നോടാ, നീ എന്നെ കണ്ടിട്ടില്ലേ? പിന്നെ ഉണ്ട്. ഇതെന്നാടാ, മുഖമൊരു തെളിച്ചില്ലല്ലോ. എന്താ പറ്റിയടാ? നീ ഒന്ന് പോയെ. എന്താ, നിനക്ക് കിട്ടാനുള്ളതൊന്നും കിട്ടിയില്ലേ ഇന്നലെ രാത്രി? അല്ല, മുഖം കണ്ടിട്ട് അങ്ങനെയാ തോന്നുന്നത്. നിനക്ക് വേറെ ഒരു ജോലിയില്ലടാ ഇഡിയറ്റ്. കുഞ്ഞെങ്ങനുണ്ട്? കുഞ്ഞ് ഹാപ്പിയാ, എന്റെ പെണ്ണും. എനിക്കത് മാത്രം മതി. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, എന്റെ കുഞ്ഞിനെ അല്ലയെ കൊന്നതാണെന്ന് അറിഞ്ഞ ആ രാത്രി എന്റെ എന്നെ കെട്ടിപ്പിടിച്ച് കരയുന്നത്. എനിക്ക് സഹിക്കാൻ പറ്റില്ലടാ. അവളെ ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു സിറ്റുവേഷനിൽ കൂടെ കടത്തിവിടില്ല. അതൊക്കെ കഴിഞ്ഞ കാര്യമല്ലേടാ. ഇപ്പൊ അവൾ ഹാപ്പിയല്ലേ? നീ പറഞ്ഞ പോലെ ഒത്തിരി അനുഭവിച്ചു. പാവം, ഇനി നീ അവളെ വേദനിപ്പിക്കില്ലടാ. ഒരിക്കലും ഇല്ലടാ. അയ്യോ, ഇച്ചാൻ ഫുഡ് കൊണ്ടുപോയില്ലേ? ഫോണ് കിട്ടുന്നില്ലല്ലോ. എന്തായാലും കൊണ്ടു കൊടുക്കാം. എക്സ്ക്യൂസ് മീ സർ. സർ, ഇത് മറന്നുപോയോ? എനിക്കെന്താ വരാൻ പാടില്ലേ? ഇത് എന്റെ ഓഫീസ് കോഡല്ലേ മിസ്റ്റർ ടീസൺ ഇബ്രഹാം തോമസ്? ഓഹോ, പിന്നെ തീർച്ചയായിട്ടും സിഇഒയുടെ വൈഫല്ലേ? ഫുഡ് എടുക്കാൻ മറന്നു വെച്ചായ. ഞാൻ ഓർത്തല്ല ചെയ്യാ. താൻ എന്നെ വിളിച്ചാ പോരായിരുന്നോ? ഞാൻ ബിയോണിനെ ഒറ്റടുപ്പിക്കുമായിരുന്നല്ലോ. ചാനെ വിളിച്ചിട്ട് കിട്ടിയില്ലാതാ. മോളെവിടെ? മോള് വീട്ടില്ല, ഉറങ്ങുക. സീത ചേച്ചിയെ ഏൽപ്പിച്ചിട്ട് വന്നേ. ഉണരുന്ന മുന്നേ ചെല്ലണം. ശരി ചായ, ഞാൻ പോവാ. അങ്ങനങ്ങ് പോയാലോ? ചായ വിട്, ഞാൻ പോട്ടെ. ഇല്ല മോളെ, നിന്നെ കാണുമ്പോ എനിക്ക് ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കാൻ തോന്നും. എന്ത് ചെയ്യാനാ? അതൊക്കെ വീട്ടിൽ ചെന്നിട്ട്. ഇത് ഓഫീസാ, ആരെയും കണ്ടാ മോശല്ലേ. അതുകൊണ്ട് എന്റെ പൊന്നാറിച്ചായ തൽക്കാലം കൺട്രോൾ ചെയ്തേരി. എന്നിട്ട് എന്നെ ഒന്ന് വിട്ടേ. വിടാനല്ല നിന്നെ എന്റെ മടിയിലിരുത്തിയത്. പിന്നെ എന്തിനാണോ? അത് ദേ അങ്ങോട്ട് പോക്കാ ചുണ്ടും കൊണ്ട്. ഈ പെണ്ണെന്റെ മൂട് കളയും. എന്റെ ചായ, നിങ്ങൾക്ക് എപ്പോഴും ഈ ഒരു വിചാരമുള്ളോ? എന്ത് ചെയ്യാ, എനിക്കൊരു ഹോട്ട് സെക്സി വൈഫ് ഉണ്ടായി പോയില്ലേ. പോയി ചായ. സത്യം ചെയ്യാ, നമ്മുടെ മോളെ നീ എനിക്ക് തന്നതിന് ശേഷം നീ ഒന്നുകൂടെ ഹോട്ട് ആൻഡ് സെക്സി ആയി. അയ്യോ, ഞാൻ പോട്ടെ. കൊന്നുണന്ന ജിയ, കുറച്ചു നേരം കൂടി ഇരുന്നിട്ട് പോ. അവളെപ്പോഴും ഉണലില്ല. ഉണന്നാ ഞാൻ അടുത്തില്ലേ, ആകെ പ്രശ്നമാകും. അറിയാലോ, നിങ്ങളുടെ മോളല്ലേ. എന്റെ മോള് തന്നെയാ, ബട്ട് നീ എന്റെ ഭാര്യയല്ലേ. ഭാര്യക്ക് കൊടുക്കേണ്ടതൊക്കെ കൊടുക്കണ്ടേ? ഓരോ തവണയും നിന്റെ ചുണ്ടിന്റെ രുചി കൂടിക്കൂടി വരുവാണല്ലോ എന്റെ പെണ്ണെ. മതി, തൽക്കാലം അത്രയും രുചിച്ചാ മതി. ഞാൻ നേരത്തെ വരും. ഓക്കെ, ഞാൻ ഇറങ്ങി വെച്ചായ. ശരി. അച്ചോടാ പപ്പയുടെ മോളെ, വാ. പപ്പയുടെ ചുന്ദരിയെ, എന്തേ മോളുടെ അമ്മ? സർ, മാഡം റൂമില. ഓക്കെ സീത, ഇയാള് പൊക്കോ, കുഞ്ഞിനെ ഞാൻ നോക്കിക്കോളാം. ഓക്കെ സർ. മോളുടെ അമ്മ എന്ത് ചെയ്യുക? പപ്പ വന്നത് അറിഞ്ഞില്ലേ അമ്മ? ജിയ. ഇച്ചായ വന്നു. ഞാൻ ബാത്റൂമിലാ, ഫ്രഷ് ആകുക. ഇപ്പൊ വരാം. ഓഹോ, ബാത്റൂമിലാണോ? മോള് തൽക്കാലം ഇവിടെ കിടക്ക. എനിക്ക് കുറച്ച് പണിയുണ്ട്.
ജിയ, ജിയ വാതിൽ തുറന്ന് ഒരു അത്യാവശ്യ കാര്യം പറയാനാ. വേഗം തുറക്ക്. എന്താ ഇച്ചായ? അത് പിന്നെ കുഞ്ഞിനെന്തെങ്കിലും? അത് കുഞ്ഞിന്. എന്താ ഇച്ചായ കുഞ്ഞിന്? അത് ഞാൻ പറയാം, നീ പെട്ടെന്ന് വാതിൽ തുറന്നേ. എന്റെ ദൈവമേ, ഇച്ചായ എന്താ പറ്റിയ കുഞ്ഞിന്? എന്താ ഇച്ചായ കാണിക്കുന്നേ? കുഞ്ഞിനല്ല, കുഞ്ഞിന്റെ പപ്പയ്ക്ക്. ഇച്ചായ എന്തേ പറയുന്നേ? വാതിൽ തുറക്ക്, ഞാൻ കുഞ്ഞിനെ ഒന്ന് നോക്കട്ടെ. കുഞ്ഞിനൊരു കുഴപ്പമില്ല, ഞാൻ ചുമ്മാ പറഞ്ഞതാ. എന്താ ചുമ്മാ പറഞ്ഞതാണെന്നോ? ഇച്ചായ നീ നെഞ്ചൊടിക്കുന്നെന്ന് അറിയുന്നു. തമാശ എന്റെ കുഞ്ഞിനെ വെച്ച് വേണ്ടായിരുന്നു ഇച്ചായ. വാവേ, അമ്മ പേടിച്ചു പോയടാ. സോറി. ഇച്ചായ എന്നോടൊന്നും പറയാൻ വരണ്ട. ഞാൻ നീ പേടിക്കുമെന്ന് അറിഞ്ഞില്ല. സോറി ജിയ, പ്ലീസ് നീ എന്നോട് ക്ഷമിക്കുക. കുഞ്ഞിനെ വെച്ചാണ് ഇച്ചായ തമാശ പറയുന്നത്. അതിലും വേഗം എന്റെ ജീവനും എടുക്കുന്നില്ലായിരുന്നു നല്ലത്. ഇച്ചായ പ്ലീസ്, എനിക്ക് കുഞ്ഞിന് പാല് കൊടുക്കണം. ഓക്കെ, ഞാൻ പോവാം. താനിരിക്കുന്നില്ലേ? ഇല്ല. നീ എങ്ങനെ ഇറങ്ങോ? ജിയ, ഞാൻ നിന്നോടാ പറഞ്ഞത്. ഇച്ചായന് ഒത്തിരി വിഷമായെന്ന് തോന്നുന്നു. ഞാൻ രാവിലെ അങ്ങനെയൊന്നും പെരുമാറണ്ടായിരുന്നു. സാരമില്ല, വൈകിട്ട് വരുമ്പോ എല്ലാം ഓക്കെ ആക്കാം. മോളെ, വേഗം പാല് കുടിച്ച് ഉറങ്ങിക്കൂ. അമ്മയ്ക്ക് ഇന്ന് മോളുടെ പപ്പയായിട്ടുള്ള പ്രോബ്ലം സോൾവ് ചെയ്യണ്ടേ. മോളുടെ വയറ് നിറഞ്ഞാലേ അമ്മയ്ക്കും പപ്പയ്ക്കും വഴക്ക് തീർക്കാൻ പറ്റൂ. അതുകൊണ്ട് വേഗം ഉറങ്ങിക്കൂ. ഉറങ്ങി. ഇച്ചാൻ ഇഷ്ടപ്പെട്ടതെല്ലാം റെഡി. ഇച്ചായ ഇവിടെ. ഇച്ചായ എന്റെ കൈ വിട്. ഇച്ചായ വിട്, എനിക്ക് വേദനിക്കുന്നു. ഇച്ചായ ഇച്ചായ കുടിച്ചിട്ടുണ്ടോ? കിടക്കടി അവിടെ. ഇച്ചായ വേണ്ട. ഇച്ചായ പ്ലീസ് വേണ്ട. ഇച്ചായ കുടിച്ചിട്ടുണ്ട്. ഇത് വേണ്ട. ഇച്ചായ പ്ലീസ് എന്നെ വിട്. നീ എന്റെ മാത്രം. എന്നോട് നീ മിണ്ടാതെ നടന്നു. എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല. I want to give you an unforgettable night today. I want to fuck you until you faint. കള്ളിന്റെ പുറത്താ. ഞാൻ പറഞ്ഞില്ലേ, I want to fuck you, baby. Please. You are so good, baby. I love you, Gia. ഇച്ചാൻ കുടിച്ചിട്ടുണ്ട്. സ്വബോധത്തിലല്ല ഇത് ചെയ്യുന്നത്. എനിക്ക് തടയണമെന്നുണ്ട്. ബട്ട് എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെടുന്നു. എന്താ ഇങ്ങനെ? എന്റെ ഇച്ചായനെ ഒരുപാട് നാളുകൾക്ക് ശേഷം അറിയുന്നത് കൊണ്ടാണ്. ജിയ ഇവിടെ ഉണ്ടായിരുന്നു. എന്നാലും ഇന്നലെ ഞാൻ അവളെ
ജിയ സോറി. എന്തിന്? ഇന്നലെ ഞാൻ ഇന്നലെ എന്തിനാ കുടിച്ചത്? അത് ഇന്നലെ നീ എന്നോട് മിണ്ടാതിരുന്നപ്പോ എനിക്ക് സഹിച്ചില്ല. അതിന് കുടിക്കണമായിരുന്നോ? ജിയ സോറി. കുടിച്ചത് പോട്ടെ, എന്നിട്ട് എന്നെ ജിയ സോറി, പറ്റിപ്പോയി. ഇതിന്റെ പേരും പറഞ്ഞ് നീ എന്നോട് വീണ്ടും പിണങ്ങല്ലേ. പകരം നീ എത്ര വേണേലും ഞാൻ ചെയ്ത പോലെ ചെയ്തു. അയ്യടാ, കൊള്ളാല മനസ്സിലിരിപ്പ്. ഞാൻ സീരിയസ് ആയി പറഞ്ഞതാ. ചീ പോടാ. ഡി ചായ ഞാൻ കാരണമല്ല ചായ കുടിക്കേണ്ടി വന്നത്, ഇങ്ങനൊക്കെ ആയത്. സോറി ചായ. ഞാൻ എന്തായി കേൾക്കുന്നേ? സോറിന്നോ? ഐ ലവ് യു പെണ്ണെ, എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നതിന്. അതെ, ഇന്നലെ നടന്നതിന്റെ പ്രോഡക്റ്റ് വൈകാതെ ഉണ്ടാകുമോ എന്ന് എൻ്റെ ഡൗട്ട്. നമ്മുടെ മോൾക്ക് 1 വയസ്സ് പോലും ആയിട്ടില്ല. നീ പേടിക്കണ്ട, അങ്ങനൊന്നും ആകില്ല. അതെ പെണ്ണെ, നെക്സ്റ്റ് വീക്ക് ഒരു ബിസിനസ് പാർട്ടി ഉണ്ട്, നീയും വരണം. ഞാനോ? ഞാനില്ല ചായ. അതെന്നാ? കുഞ്ഞിനെയും കൊണ്ട് വരുന്നത് റിസ്ക് അല്ലേ? അത് മുംബൈയിൽ. ഫ്ലൈറ്റിനല്ലേ പോകുന്നേ? പിന്നെ ഞാൻ കൂടെ ഉണ്ടല്ലോ. അത് ഒന്നും പറയണ്ട, ഞാൻ പറയുന്നത് കേട്ടാ മതി. എല്ലാരും അടുത്ത പണിഷ്മെന്റ് ഞാൻ തരും. തന്നോ? ഏ തന്നോളാൻ. ഓഹോ, എന്നാ ഇവിടെ പാടി. അയ്യോ ചീ, വിട് മനുഷ്യ. മതി വിട്ടെ. ദേ, നിങ്ങൾ കടന്ന് തുള്ളി എന്റെ കൊച്ചിനെ ആണതല്ല. നിന്റെ കൊച്ചോ? അതെ, എന്റെ കൊച്ച്. ഓഹോ, അപ്പൊ എനിക്കൊരു റോളും ഇല്ലായിരുന്നു ഇതിൽ. ദേ, ഈ വയറിൽ എന്റെ മോളെ ഒന്ന് കൊണ്ടുവരാൻ ഞാൻ എന്ത് കഷ്ടപ്പെട്ടെന്ന് അറിയുമോ നിനക്ക്? നിന്റെ ചായം തന്നെ. വേണ്ട. എന്ത് വേണ്ടാന്ന്? എന്തിനുള്ള പുറപ്പാടാ? അതോ, മതി, എനിക്ക് പോണം. വിട്ടേന്നെ. ഇവിടെ